നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾ പലപ്പോഴും ഏറെ കൗതുകവും അഭിമാനവും ചിലപ്പോഴൊക്കെ വിമർശനവും ഒക്കെ ഉയർത്താറുണ്ട്. ഇപ്പോഴിതാ മോദി സൗദി അറേബ്യയിൽ എത്തിയിരിക്കുന്നു. പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്താനായി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യക്കാർ ഏറെ പ്രവാസ ലോകത്തുള്ള സൗദി അറേബ്യയിൽ എത്തിയിരിക്കുന്നു. പ്രധാന ഉദ്ദേശം വാണിജ്യ ചർച്ചകളാണ് എന്ന് പറയുമ്പോഴും ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് അതിൽ കാണാതിരിക്കാൻ ആവില്ല. ഇപ്പോൾ JD വാൻസിൻ്റെ ഇന്ത്യ സന്ദർശനം തുടങ്ങി അദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണല്ലോ നരേന്ദ്രമോദി പശ്ചിമ ഏഷ്യയിലേക്ക് പോകുന്നത്. അവിടെ സൗദി അറേബ്യ ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ ഒരു വലിയ ശക്തിയായി ഉയർന്നു വരുന്നു, ഒരു സ്റ്റെബിലൈസിങ് ഫാക്ടറായി ഉയർന്നു വരുന്നു. ഇസ്രയേലും ഗസയിലെ ഹമാസും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും നടക്കുന്നു. സൗദി അറേബ്യ ഇസ്രയേലിനോട് പരമ്പരാഗതമായി അടുത്ത കാലത്ത് നല്ല സൗഹൃദമുള്ള രാജ്യമാണ്. എന്നാൽ ഹമാസിനെ കൈയൊഴിയാനും സാധിക്കുന്നില്ല. അതുമാത്രമല്ല, സൗദി അറേബ്യയ്ക്ക് ഇറാനിൽ നിന്നും ഭീഷണിയുണ്ട്. പക്ഷേ ഒരു ഓപ്പൺ കോൺഫ്രണ്ടേഷനിലേക്ക് പോകാതിരിക്കാനായി സൗദി അറേബ്യയും ഇറാനും 2 രാജ്യങ്ങളും പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷം 2 വർഷം മുൻപ് ചൈനയുടെ മധ്യസ്ഥതയിൽ പ്രശ്നങ്ങൾ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു സെറ്റിൽ ചെയ്തു. അമേരിക്കയുടെ തന്നെ പുരികങ്ങൾ ഉയരുന്ന രീതിയിലാണ് ചൈനയുടെ ഇടപെടൽ വന്നത്. അപ്പം ചൈന കൂടുതൽ ആ പ്രദേശത്ത് ആക്റ്റീവ് ആകുന്നു. പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഈ കാർഡൻ നയങ്ങൾ, അതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ ചൈന വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. വ്യാപാരം, അവരുടെ വ്യാപാര കുത്തക പിടിക്കാൻ, അല്ലെങ്കിൽ അമേരിക്കയിൽ നഷ്ടപ്പെടുന്ന വ്യാപാരം മറ്റ് രാജ്യങ്ങളുമായി ചേർത്ത് അത് നികത്തിയെടുക്കണമല്ലോ എന്നതുകൊണ്ട് വളരെ വലിയ തോതിൽ ചൈന ഗൾഫ് രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഏഷ്യൻ വിപണികളിലും എല്ലാം വലിയ സാന്നിധ്യമാകാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി അറേബ്യ സന്ദർശനം. നമുക്കറിയാം, സൗദി അറേബ്യ ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യം ഏതാണ്ട് ഉഭയകക്ഷി വാണിജ്യം ഏതാണ്ട് $42.3 ബില്യൺ. ഏറെയും സൗദി അറേബ്യയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഇറക്കുമതിയാണ്. LPGയുടെ 18% ഇറക്കുമതി, ഇന്ത്യക്ക് ആവശ്യമുള്ള LPGയുടെ 18% കടന്നു വരുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. അതിന് പുറമെയാണ് ഓയിൽ. പക്ഷേ ഓയിൽ ഇറക്കുമതി, ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി നയത്തിൽ ഇന്ത്യ അടുത്ത കാലത്ത് വലിയ വ്യതിയാനം വരുത്തി. വലിയ തോതിൽ OPEC രാജ്യങ്ങൾ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള OPEC രാജ്യങ്ങളോടുള്ള വിധേയത്വം അല്ലെങ്കിൽ ആശ്രിതത്വം കുറച്ച് കൊണ്ടുവന്ന് അത് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായി വൻതോതിൽ ലാഭകരമായ രീതിയിൽ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി, ക്രൂഡ് ഓയിൽ. പക്ഷേ ഇവിടെ സംസ്കരണ പൊട്ടൻഷ്യൽ നമുക്ക് വളരെ കൂടുതലാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ സംഭരണശാലകളും എണ്ണ സംസ്കരണ കേന്ദ്രങ്ങളും റിഫൈനറീസും ഭാരതത്തിലാണുള്ളത്. അങ്ങനെയെങ്കിൽ സൗദി അറേബ്യയ്ക്ക് അതിലൊരു താല്പര്യമുണ്ട്. ഇന്ത്യയുടെ ഓയിൽ റിഫൈനറി രംഗത്ത് മുതൽ മുടക്കാൻ താല്പര്യമുണ്ട്. നാളിതുവരെയുള്ള സൗദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ ഏതാണ്ട് $10 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത് വൻതോതിൽ കൂട്ടുക എന്നതാണ് നരേന്ദ്രമോദിയുടെ യാത്രയുടെ ഒരു ഉദ്ദേശം. അതിന് തക്ക രീതിയിലുള്ള ഒരു മനസ്സ് ഒരുക്കുക, സാഹചര്യങ്ങൾ ഒരുക്കുക, ഒക്കുമെങ്കിൽ കരാറുകളിൽ ഏർപ്പെടുക. ഇന്ത്യയുടെ സൗദിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതുകൊണ്ട് ഒരു $3 ബില്യൺ. അത്ര വലിയൊരു എമൗണ്ട് ആണെന്ന് പറയാനാവില്ല, എങ്കിലും അത് വർദ്ധിക്കുന്നു. സൗദി അറേബ്യയ്ക്ക് ആവശ്യമുള്ളത് ഒരു നോളജ് ഇക്കോണമി, വിവര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ, ടെക്നോളജി അധിഷ്ഠിതമായ, സൈബർ സ്പേസ് അധിഷ്ഠിതമായ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ഒരു ഇക്കോണമിയിലേക്ക്, ഒരു ഓയിൽ ഇക്കോണമി എന്ന നിലയിൽ നിന്നും ഒരു ഇൻഫോടെക് ഇക്കോണമിയിലേക്ക് സൗദി അറേബ്യ വളരണമെന്ന് പുരോഗമനവാദിയായ സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ തോതിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് സൗദി അറേബ്യ പ്ലാൻ ചെയ്യുന്നു. ഒരു ലൈൻ എന്ന് പറയുന്ന ഒറ്റ ലൈനിൽ ഒരു വലിയ സിറ്റി, എയർ കണ്ടീഷൻഡ് സിറ്റിയാണ്. അത് അത്ഭുതമായ പ്രപഞ്ചം നിലവിൽ വരികയാണ്. അതുപോലെ ഈ മറ്റ് നിയോം എന്ന് പറയുന്ന വലിയ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റ് NEOM, നിയോം, ഇതിലെല്ലാം വൻ നിക്ഷേപ സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിക്ഷേപ സാധ്യതയാണ് ഭാരതത്തിന് മുന്നിൽ തുറന്നു കിട്ടുന്നത്. നമ്മുടെ ബിഗ് ടൈം എൻജിനീയറിംഗ് കമ്പനീസ്, IT കമ്പനീസ്, ഇതെല്ലാം തന്നെ സൗദിയിൽ ഹൈപ്പർ ആക്റ്റീവ് ആകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്.
അതിനുള്ള അവർക്ക് തരാൻ പണമുള്ളത് കൊണ്ട്, നമുക്ക് നൽകാൻ മാൻ പവർ ആൻഡ് ടെക്നോളജി ഉള്ളത് കൊണ്ട് അവർക്ക് വേണ്ട ടെക്നോളജി നമുക്കുണ്ടാകും. കാരണം ഈ സാങ്കേതികവിദ്യ അമേരിക്ക നൽകുന്ന തരത്തിലുള്ള ഫൈറ്റർ പ്ലെയിൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യ അല്ല, മറിച്ച് സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ സാങ്കേതികവിദ്യയും മാൻ പവറും നൽകാൻ കഴിയും. ഇപ്പോൾ തന്നെ നമ്മുടെ മാൻ പവർ നല്ല രീതിയിൽ സൗദി അറേബ്യയിലുണ്ട്. ഏതാണ്ട് 25 ലക്ഷത്തിൽ പരം പ്രവാസികൾ സൗദി അറേബ്യയിലുണ്ട്. അവരയക്കുന്ന വിദേശ നാണ്യം ഇപ്പം നമുക്ക് $11 ബില്യൺ തുല്യമായ വിദേശ നാണ്യമാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം. അപ്പോൾ അത് പല സംസ്ഥാനങ്ങളിലുമുണ്ട്. കേരളത്തിലും നല്ല രീതിയിൽ ആളുകൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ പ്രവാസികൾ അയച്ചു തരുന്ന പണം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ്. UAE ഉൾപ്പെടെ പല ഗൾഫ് രാജ്യങ്ങളും അതെല്ലാം തന്നെ കേരളം നന്ദിയോടെ ഓർക്കുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് നരേന്ദ്രമോദി പോകുമ്പോൾ അതിൽ ഒരു കാര്യം 6-7 പ്രാവശ്യമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം പല ആവർത്തി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ചർച്ച നടത്തി. 2023 ഡൽഹിയിൽ വെച്ച് നടന്ന G20 ഉച്ചകോടി സമയത്താണ് അവസാനമായി അവർ തമ്മിൽ കണ്ടത്. അന്ന് ലഭിച്ച ക്ഷണമാണ് ഇപ്പോൾ അത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിന് മുൻപും സംസാരിച്ചു. പക്ഷേ ജിദ്ദയിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിൽ, സാധാരണ റിയാദിലാണ് പോകുന്നത്. ഇപ്രാവശ്യം ജിദ്ദ ഒരു സാംസ്കാരിക ഒരു കേന്ദ്രം കൂടിയാണ്. അവിടേക്കുള്ള പോക്കിൻ്റെ പിന്നിൽ ഒരുപാട് അർത്ഥതലങ്ങൾ വായിച്ചെടുക്കേണ്ടി വരും. ഹജ്ജ് തീർത്ഥയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി സ്മൂത്തായ ഒരു നിലപാട്. അതുമാത്രമല്ല, ഇന്ത്യക്ക് പൊളിറ്റിക്കലി, കൾച്ചറലി, സിവിലൈസേഷനലി ലോകത്തോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർ പീഡനം അനുഭവിക്കുന്നു, പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന ആരോപണം ഒരു വശത്തുള്ളപ്പോൾ ഒരു മുസ്ലിം രാജ്യവുമായി വളരെ സൗഹാർദ്ദപരമായ നിലപാട്, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളുമായി ഭാരതത്തിൻ്റെ സർക്കാരിന് വളരെ സുഖകരമായ ബന്ധമാണ്. അത് ഇറാനോടും സൗദി അറേബ്യയോടും ഒക്കെ തന്നെ നല്ല ബന്ധം തന്നെയാണ്. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനും മാത്രമാണ്. അത് ഒരു ജിയോ പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ടാണ്, മറ്റു കാരണങ്ങൾ, സിവിലൈസേഷണൽ കാരണങ്ങൾ കൊണ്ടല്ല. അത് മുൻകാല ചരിത്രവും ജിയോ പൊളിറ്റിക്കൽ റീസൺസും ഇപ്പോൾ ബംഗ്ലാദേശിൽ വന്ന ഭരണമാറ്റവും എല്ലാം അതിന് കാരണമാണ്. അപ്പോൾ ഒരു ലോകരാജ്യങ്ങളുടെ മുന്നിൽ കുറച്ചുകൂടി വിശ്വാസ്യത നേടിയെടുക്കുന്നതിന് ഒരു ഉപാധി എന്ന നിലയിലും ഈ ഒരു യാത്രയെ കാണാം. അതുമാത്രമല്ല, സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ ഫോറിൻ വിസിറ്റ് മധ്യപൗരസ്യ പ്രദേശത്തേക്കാണ്. സൗദി അറേബ്യയിലേക്കും UAE-യിലേക്കുമൊക്കെയാണ്. അതിന് മുൻപ് കളമൊരുക്കുന്നതിൻ്റെ ഭാഗമായി സൗദി ഒരുപിടി രാജ്യ നേതാക്കളെ കാണുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിസിറ്റാണ് നരേന്ദ്രമോദിയുടേത്. പ്രത്യേകിച്ചും സൗദിയുടെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇന്ത്യയുടെ 5ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് സൗദി അറേബ്യ. അപ്പോൾ എങ്ങനെ നോക്കുമ്പോഴും ജിയോ പൊളിറ്റിക്കലി, സ്ട്രാറ്റജിക്കലി ആൻഡ് ലോകശക്തി സമവാക്യങ്ങൾ ഉൾപ്പെടെ സൗദി അറേബ്യൻ ആൻഡ് ഇന്ത്യൻ ഇൻട്രസ്റ്റ് കൺവേർജ്. അതുകൊണ്ട് വളരെ വലിയ പ്രതീക്ഷയാണ് സൗദി അറേബ്യയിലേക്കുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉയർത്തുന്നത്.